ഞങ്ങള് എവിടെ പോവാ? കോട്ട. കോട്ട. ഹാപ്പി വിഷു പറഞ്ഞേ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു പറഞ്ഞേട്ടാ. ഹാപ്പി വിഷു പറഞ്ഞേട്ടാ. ഹാപ്പി വിഷു. ഞങ്ങള് കോട്ടയിൽ പോയിട്ട് എന്തൊക്കെ കിട്ടും നമുക്ക് അവിടുന്ന്? അമ്പലത്തിലാ പോകുന്നത്. എന്തൊക്കെ കിട്ടും അവിടുന്ന്? ഇത് കുഞ്ഞിന്റെ പുതിയ ഡ്രസ്സല്ലേ? പറ. ആര് വാങ്ങിച്ചെന്നാ? ലുലുമാളി നിന്നൊന്നും വാങ്ങിച്ചല്ല. എവിടുന്നാ വാങ്ങിച്ചേ? ഗണപതി. ആരാ വാങ്ങിച്ചെന്നേ? ആരാ വാങ്ങിച്ചെന്നേ? രാവിലത്തെ സദ്യപ്പൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലെത്തിയപ്പോൾ ഒരുപാട് വൈകി കോട്ടയിലാണ് പോയത് കേട്ടോ. ഇവിടെ വിഷുവിനൊക്കെ എല്ലാ അമ്പലത്തിലും ഉപ്പും മഞ്ഞളും കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഉപ്പുകല്ലാണ് തരുന്നത്. 20 രൂപ കൊടുത്താൽ അത് കിട്ടും. പുതിയൊരു വർഷം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ പ്രവീൺ ശിവ യൂട്യൂബേഴ്സിനെ കണ്ടു. അപ്പോൾ ഞാനൊരു ഹായ് ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുമാരമാമനൊക്കെ ഫോൺ വിളിച്ചു ഹാപ്പി വിഷു പറയാനായിട്ട്. അപ്പോൾ അവൻ ഐസ്ക്രീം തിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പം അമ്പലത്തിൽ നിന്ന് വീട്ടിൽ പോവാണ്. ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടാണ് വന്നത്. പായസം കൂടെ ഉള്ളൂ. പിന്നെ ഇതിന് കടുക് വറക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളൂ. മറ്റേ പൈനാപ്പിൾ പച്ചടിക്കും അതേപോലെ തന്നെ ബീട്രൂട്ട് പച്ചടിക്കൊക്കെ കടുക് വറക്കണം. ബാക്കിയെല്ലാം ഞാൻ ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് ഭയങ്കര സമാധാനമുണ്ട്. പിന്നെ പൊതുവെ ഇവിടെ അങ്ങനെ സദ്യക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ അങ്ങനെ സദ്യ വയ്ക്കത്തില്ല വിഷുവിനൊന്നും. തിരിച്ചു പോകുന്ന വഴി ഒരു കാര്യം ആലോചിച്ചത്, ഇലയില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ പേപ്പർ വാഴയില വാങ്ങിക്കാനായിട്ട് പോയതാണ്. നമുക്കിവിടെ ഇലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതേപോലെ തന്നെ 10 രൂപയാണ് ഒരു നാവിൽ, അതായത് നമ്മുടെ ഇവിടെ തൂശനില എന്ന് പറയും, അത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി ലാഭം ഇതാണ് ഒരു 100 പീസിന് 160 രൂപയുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ വിഭവങ്ങൾ. തോരൻ വെച്ചു, പയറ് തോരൻ വെച്ചു, പിന്നെ കടലയും അതേപോലെ തന്നെ മത്തനും കൂടെ ഞാനൊരു കൂട്ടുകറി വെച്ചു, സാമ്പാർ, പരിപ്പ്, പിന്നെ പൈനാപ്പിൾ പച്ചടി. അതായത് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പൈനാപ്പിൾ പച്ചടി വെച്ചത്. എന്തായാലും അടിപൊളിയായിരുന്നു. ബീട്രൂട്ട് പച്ചടി, പിന്നെ ഇഞ്ചിക്കറി, അവിയൽ, പരിപ്പ് കറി ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നു. പിന്നെ പപ്പടം കുഞ്ഞായത്, ഞാൻ കുഞ്ഞിന് വേണ്ടി വെച്ച പപ്പടമാണ് കേട്ടോ. പിന്നെ പാലട പായസമാണ് വെച്ചത്. പാലടയാണ് പൊതുവെ ഇവിടെ എപ്പോഴും വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിഭവങ്ങൾ. പിന്നെ മോരുകറി ഞാൻ വെച്ചില്ല, എപ്പോഴും ഉള്ളതുകൊണ്ട്. പിന്നെ ഓൾറെഡി 2 കറി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മോരുകറി വെച്ചില്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചയ്ക്കിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ഉച്ചക്കത്തെ സദ്യയൊക്കെ കഴിഞ്ഞ് ഒരു നല്ലൊരു ഉറക്കം, അത് നമുക്ക് നിർബന്ധമാണല്ലോ. അതും കഴിഞ്ഞ് വന്നിട്ട് ഈവനിങ് ആയപ്പോഴത്തേനും ഞങ്ങളെല്ലാവരും പായസം കൂടി തുടങ്ങി. അങ്ങനെ പായസത്തിൻ്റെ പാത്രമൊക്കെ വൈകിട്ടായപ്പോഴത്തേനും കാലിയായി. പായസം അടിപൊളിയായിരുന്നു കേട്ടോ. സദ്യയും അങ്ങനെ തെറ്റ് പറയാനായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വിഷുവിനന്ന് വൈകിട്ടും നല്ല പടക്കം പൊട്ടിയതായിരുന്നു. തലേദിവസമാണെങ്കിൽ ഉറങ്ങാനേ പറ്റിയില്ല, ഭയങ്കര സൗണ്ടായിരുന്നു. ഞങ്ങൾ ചെറുതായിട്ടൊക്കെ പൊട്ടിച്ചു, പക്ഷെ പടക്കമൊന്നും അധികം പൊട്ടിച്ചില്ല, കുഞ്ഞിന് പേടിയായിരുന്നുകൊണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ താമസിച്ചു പോയി ഇടാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ അടുക്കള വശമാണിത്, ബാക്ക് വശമായിട്ട് വരും വീടിൻ്റെ. അപ്പോൾ അവിടെ നിന്നാൽ നല്ല വ്യൂ ആയിരുന്നു. ജനലിൽ കൂടെ നോക്കിയാൽ, റൂമിൻ്റെ ജനലിൽ നോക്കിയാലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടുന്നതായിട്ട് കാണാം. നല്ല രസമാണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു, നന്മ നിറഞ്ഞ വിഷുവാശംസകൾ. പിന്നെ എന്താ പറയുക, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.